ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു വ്ളോഗാണ്. ഒരു മിനി വ്ളോഗായിട്ട് മിനി ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഹൗസ് വാമിങ്ങിന് പോകാനുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ ക്ലീനിങ് ഒക്കെ നടത്തുകയാണ് കേട്ടോ. അടിച്ചു വാരലും തൊടിക്കലൊക്കെ വേഗം കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ. അപ്പോൾ പുട്ടാണ് രാവിലെ. അപ്പോൾ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പുട്ട് കുഴച്ചൊക്കെ വെച്ചേക്കാണ്. പിന്നെ രാവിലത്തെ കാൽച്ചായയും ഉണ്ടാക്കി വെച്ചേക്കാണ് കേട്ടോ. അപ്പം കാൽച്ചായക്ക് നമുക്ക് കട്ടൻ ചായ നമ്മളെപ്പോഴും ഇവിടെ രാവിലെ ഉണ്ടാക്കി വെക്കുന്നതാണ്. വേണ്ടിയൊരൊക്കെ എടുത്ത് കുടിക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിച്ച് മാറ്റി നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ്. എന്താ അപ്പോൾ മാറ്റില്ല, നമ്മുടെ ഔട്ട്ഫിറ്റ് നോക്കട്ടെ. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. മുന്നേ ഒന്ന് മാറി എൻ്റെ ഔട്ട്ഫിറ്റ് അനുസരിക്കട്ടെ. അങ്ങനെ പിന്നെ മാറ്റലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് കുടിക്കലിലോടത്തേക്ക് പോവാണ്. സാധാരണ ഇപ്പം ഉണ്ടെങ്കിൽ ഇപ്പൻ്റെ കൂടാണ് പോവൽ. ഇന്ന് ഞായറാഴ്ച ആണ്. അപ്പോൾ ഇപ്പൊക്ക് വേറെ പരിപാടി ഉണ്ട്. അപ്പം അതിന് പോയി നമ്മൾ ഈ കുടിക്കലിനും പോയി. അങ്ങനെ നമ്മൾ അവിടെ എത്തിയതിനു ശേഷം വീടിൻ്റെ ഉള്ളിൽ കയറി വീടൊക്കെ കണ്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ബിരിയാണിനും. അങ്ങനെ ബിരിയാണിയൊക്കെ തിന്ന് കഴിഞ്ഞ് അതിന് ശേഷം കാവ കുടിക്കും. അപ്പം ഞാൻ കുടിച്ചിട്ടില്ല, പക്ഷെ മക്കളൊക്കെ കുടിച്ചിരുന്നു. അങ്ങനെ കാവ കുടിച്ച് കഴിഞ്ഞ് പിന്നാണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങി നിന്ന്, കാരണം ഓരോരുത്തരായിട്ട് പോവാണ്. പിന്നെ അതെല്ലാം കുടുംബക്കാരൊക്കെ കുറേ കാലത്തിന് ശേഷം കാണുകയാണ്. അങ്ങനെ നമ്മളിത് വീടൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് കിച്ചൺ. ഇതിപ്പോൾ ഞാനൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് എടുക്കാനാണ് വിചാരിക്കുന്നത്. പക്ഷെ എടുത്തു വരുമ്പോൾ ഇത് ഹാഫ് ഉണ്ടാവും, ഹാഫിൻ്റെ പകുതിയെങ്കിലും ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല. എനിവേ നമുക്ക് എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് ആണല്ലോ നമ്മളുടെ ഒരു ലക്ഷ്യം. അപ്പോൾ നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് അങ്ങോട്ടേക്ക് എടുക്കാം. പിന്നെ നമ്മളിതാ മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. പിന്നെ അത്യാവശ്യം ആ സമയത്ത് അത്യാവശ്യം തിരക്കൊക്കെ ഒഴിഞ്ഞിനു. പിന്നെ നമുക്ക് പോകാനും അയക്കണ്. അപ്പം നമ്മൾ നേരെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ വന്ന് അതിന് ശേഷം നമ്മളെല്ലാവരും കൂടി ഇതാ പോകാൻ കേട്ടോ. അപ്പം നമ്മൾ പോകണ വഴിക്ക് ബിരിയാണി കഴിച്ചതിൻ്റെ ആ ഒരു മന്ദപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ജീരകമുട്ടായൊക്കെ തിന്നിനു. പിന്നെ ഇതൊക്കെ ഉമ്മ വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്തതാണ്. നമ്മൾ വരുന്ന വഴിക്ക് നല്ല അടിപൊളി വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ. അപ്പം എന്താ പറയുക, പാടം എന്നൊക്കെ പറയും, പാടമാണ്. അപ്പം നല്ല അടിപൊളി പാടം വ്യൂ ആണ്. അപ്പം തുടങ്ങുമ്പോഴേ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ഇവിടെ എൻ്റെ ആയപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ആ ഒരു സ്ഥലത്തേപ്പം വണ്ടി നിർത്തി. കാരണം നമ്മൾ അവിടുത്തെ അമ്പലത്തിൽ ഉത്സവമുണ്ട്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് അവിടെ ജിലേബി കണ്ടപ്പം ജിലേബി മേടിച്ച്. കാരണം എനിക്ക് ജിലേബി ഇഷ്ടമില്ല, പക്ഷേ ഇപ്പോഴും അതുപോലെ റിയക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ജിലേബി. അങ്ങനെ ജിലേബി മേടിക്കുകയാണ്. അപ്പോൾ ഇതാണ് അമ്പലത്തിലെ ഉത്സവം. നമ്മളിവിടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ ജിലേബിയൊക്കെ മേടിക്കാൻ കേട്ടോ. അപ്പോൾ നല്ല ശർക്കര ജിലേബി ഉണ്ട്. മറ്റേതെന്ത് ജിലേബിയാണെന്ന് എനിക്കറിയില്ല. ശർക്കര ജിലേബി ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമാണ്. എനിക്കിഷ്ടമല്ല, പക്ഷേ വീട്ടിലുള്ളവർക്ക് ഇഷ്ടമാണ്. അങ്ങനെ അത് മേടിച്ച് നമ്മൾ നേരെ സാധനം കൈമ കിട്ടി നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകണം. പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം നല്ലോണം കിടന്നുറങ്ങിയിരുന്നു. കാരണം ബിരിയാണി കഴിച്ചതിനെ കൊണ്ടാണെന്ന് അറിയില്ല, ഭയങ്കര കൊയ്ക്ക്. പിന്നെ നീച്ച നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഡിന്നർ എന്താണെന്ന് വെച്ചാൽ ചിക്കൻ കറി, വെറും ചിക്കൻ കറി അല്ല, ഷവായി ചിക്കൻ കറിയും അതുപോലെ പൊറാട്ടയും. അങ്ങനെ അതും തിന്ന് നമ്മളെല്ലാവരും കിടന്നുറങ്ങി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് വീഡിയോസ് ആയിട്ട് വീണ്ടും വരും. അപ്പോൾ ഇതൊരു തട്ടിക്കൂട്ട് ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയും. അത് എനിക്ക് ഫുള്ളൊന്നും കംപ്ലീറ്റ് ചെയ്ത് അങ്ങോട്ട് എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.